നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെ ഡൽഹി പോലീസ് നടത്തിയ അതിക്രമത്തിനെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വ്യാപക പ്രതിഷേധം. ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് പ്രതിഷേധ വിരമ്പി. ജനാധിപത്യത്തെ തകർക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് നേതാക്കൾ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചൊഴിയണമെന്നും ആവശ്യം. രാഹുൽ ഗാന്ധിയെ ദേഹോദ്രവമേൽപ്പിക്കും പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള MP-മാരെ അറസ്റ്റ് ചെയ്തതിലും പ്രതിഷേധിച്ച പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പന്തം കൊളുത്തി പ്രതിഷേധം. കോൺഗ്രസ് ചെറുതുരുത്തി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച്. ഷൊർണൂർ കണയം കല്ലുരുട്ടി കോറി വിഷയത്തിൽ നഗരസഭ വീണ്ടും ഇടപെട്ടു. കോറിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സ്ഥലത്ത് അനുമതിയില്ലാതെ പാറ പൊട്ടിച്ച സാഹചര്യത്തിലും പരിസരവാസികളുടെ പരാതി ഉയർന്ന സാഹചര്യത്തിലുമാണ് നഗരസഭാ അധികൃതരുടെ ഇടപെടൽ. അധികൃതർ കോറി സന്ദർശിച്ചു. നഗരസഭ കോറിക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകി. ജനങ്ങൾക്കൊപ്പമാണ് നഗരസഭയെന്നും പ്രശ്നം സൃഷ്ടിക്കുന്ന മൺകുന ഉടൻ മാറ്റണമെന്നും അധികൃതർ നിർദ്ദേശം നൽകി. ലോകകപ്പ് ഫുട്ബോൾ മത്സരം അവസാനിച്ചതോടെ വിവിധ ടീമുകളുടെ ആരാധകർ സ്ഥാപിച്ച കൂറ്റൻ ബോർഡുകളും കളിക്കാരുടെ കട്ടൗട്ടുകളും ഉടൻ നീക്കം ചെയ്യണമെന്ന് പറളി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ ഉത്തരവ്. പ്രദേശത്തെ പൊതുവെ വീതി കുറഞ്ഞതും രൂക്ഷമായ ഗതാഗത തിരക്കുള്ള റോഡിന്റെ വശങ്ങളിൽ സ്ഥാപിച്ച കൂറ്റൻ ബോർഡുകൾ ഡ്രൈവർമാരുടെ കാഴ്ച മറയ്ക്കുന്നതായും ഇതുമൂലം അപകട സാധ്യത വർദ്ധിക്കുന്നതായും ഉത്തരവിൽ. ബോർഡുകൾ സ്ഥാപിച്ചവർ തന്നെ അത് നീക്കം ചെയ്യണമെന്നും അല്ലാത്തപക്ഷം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നീക്കം ചെയ്ത് അതിനു വരുന്ന ചെലവ് ഈടാക്കുമെന്നും സെക്രട്ടറി. വാർത്തകൾ വിശദമായി. വിദ്യാർത്ഥി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്ത നടപടിക്കെതിരെയും ഷൊർണൂർ കോൺഗ്രസിന്റെ പ്രതിഷേധം. ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി റെയിൽവേ സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് പ്രതിഷേധം വിരമ്പി. ജനാധിപത്യത്തെ തകർക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി. രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെ ഡൽഹിയിലുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചാണ് ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ടൗണിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. റെയിൽവേ കവാടത്തിന് മുന്നിൽ വെച്ച് മാർച്ച് ഷൊർണൂർ പോലീസും RPF-ഉം തടഞ്ഞു. ഇതോടെ നേതാക്കളും പോലീസും തമ്മിൽ നേരിയ തോതിൽ ഉന്തും തള്ളുമുണ്ടായി. DCC സെക്രട്ടറി VK ശ്രീകൃഷ്ണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടത്തിയ ഈ മാർച്ച് ഇത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ നടന്ന അതിക്രമത്തിനല്ല, അക്രമത്തിനെതിരെ മാത്രമുള്ള പ്രതിഷേധമല്ല. ഇത് ജനാധിപത്യത്തിന്റെയും ഭരണഘടനാ അവകാശങ്ങളുടെ ലംഘനങ്ങൾക്കുമെതിരെയുള്ള കടന്നുകയറ്റത്തിനെതിരെയുള്ള ഒരു മാർച്ചാണ് ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നത്. ഇന്നലെ രാഹുൽ ഗാന്ധി അടക്കമുള്ള ഇന്ത്യ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കന്മാരെ ഡൽഹിയിലെ തെരുവിലൂടെ വലിച്ചിഴച്ചുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ കാട്ടിയ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തികൾ ഈ രാജ്യത്ത് വെച്ചുപൊറുപ്പിക്കാൻ കഴിയില്ല എന്നതിന് അതിനെതിരെ ഈ രാജ്യത്ത് മുഴുവൻ ഇന്ന് പ്രതിഷേധം അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിജയ് പ്രകാശ് ശങ്കർ അധ്യക്ഷത വഹിച്ചു. DCC വൈസ് പ്രസിഡന്റ് TH ഫിറോസ് ബാബു, K കൃഷ്ണകുമാർ, TK ബഷീർ, VKP വിജയനുണ്ണി, A ഉണ്ണികൃഷ്ണൻ, അനിൽകുമാർ, OM ഗോപികൃഷ്ണൻ, ശ്രീനിവാസൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച് ഒഴിയണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ന്യൂസ് സെന്റർ ഷൊർണൂർ. രാഹുൽ ഗാന്ധിയെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തതിലും പ്രതിഷേധിച്ച് പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ പന്തം കൊളുത്തി പ്രതിഷേധിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം DCC സെക്രട്ടറി K ഭവദാസ് ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ പ്രതിഷേധത്തിന് ആധാരമായ കാര്യങ്ങളെക്കുറിച്ച് തന്നെ ഉദ്ഘാടകനും അതുപോലെ തന്നെ അധ്യക്ഷനും വളരെ നേരത്തെ 23 ലക്ഷം വളരെ ഉറക്കമൊഴിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷയിൽ കുട്ടികൾക്ക്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ് അധ്യക്ഷത വഹിച്ചു. രാഹുൽ ഗാന്ധിയുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ചെറുതുരുത്തിയിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. 100 കണക്കിന് ആളുകൾ പ്രകടനത്തിൽ പങ്കെടുത്തു. പ്രതിഷേധ യോഗം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മായ ഉദയൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നേതാക്കന്മാരെ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ വലിച്ചിഴച്ച് അതിക്രൂരമായി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. വിദ്യാഭ്യാസത്തെ കച്ചവടം ചെയ്ത നരേന്ദ്രമോദി സർക്കാരിനെതിരെയും വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെയും ജനങ്ങൾ
തെരുവിലിറങ്ങിയപ്പോൾ പേടിച്ച് അതിനെ പോലീസുകാരെ കൊണ്ട് നിയന്ത്രിക്കാമെന്ന് ഉള്ള ഒരു ഗൂഢവിശ്വാസത്തിൽ നരേന്ദ്രമോദി ഇറക്കിയ ഈ വൃത്തികെട്ട പ്രതിരോധത്തിന് ജനങ്ങൾ തെരുവിൽ മറുപടി പറയും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്നു മുതൽ അതിശക്തമായി തന്നെ സമരരംഗത്തുണ്ടാകും. PT തമ്പിമണി, K മോഹൻദാസ്, അർഷദ് പള്ളിക്കൽ, മനോജ് തൈക്കാട്ട്, ഷഹീർ ചെറുതുരുത്തി, PC ബാബു, ഷാജി, ബീന, രതീഷ് കുട്ടൻ, ഹരിദാസ്, റസാഖ് ചെറുതുരുത്തി, PK നിഷാദ് എന്നിവർ സംസാരിച്ചു. ഷൊർണൂർ നഗരസഭാ പരിധിയിലെ കണയം കോറി വിഷയത്തിൽ നഗരസഭ വീണ്ടും ഇടപെട്ടു. കോറിയോട് ചേർന്ന സ്ഥലത്ത് അനുമതിയില്ലാതെ പാറ പൊട്ടിച്ച സാഹചര്യത്തിലും പരിസരവാസികളിൽ നിന്നും പരാതി വന്ന സാഹചര്യത്തിലുമാണ് നഗരസഭാ അധികൃതർ കോറി സന്ദർശിച്ചത്. നഗരസഭാ സെക്രട്ടറി കോറിക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകി. നിലവിൽ കൂട്ടിയിട്ട മൺകുല ഉടൻ മാറ്റണമെന്നും ആവശ്യപ്പെട്ടു. കണയം കല്ലുരുട്ടി കോറിയോട് ചേർന്നുള്ള പുതിയ സ്ഥലത്ത് അനുമതിയില്ലാതെ പാറ പൊട്ടിക്കുന്നുവെന്ന പരിസരവാസികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നഗരസഭ വിഷയത്തിൽ വീണ്ടും ഇടപെട്ടത്. ബുധനാഴ്ച ഉച്ചയോടുകൂടി നഗരസഭാ അധികൃതർ ക്വാറി സന്ദർശിച്ചു. ഒപ്പം പ്രദേശവാസികളും ഉണ്ടായിരുന്നു. കഴിഞ്ഞ നഗരസഭ ഭരണസമിതിയുടെ കാലത്ത് ക്വാറിക്ക് പ്രവർത്തനാനുമതി നൽകിയില്ലെങ്കിലും ഹൈക്കോടതി വിധി സമ്പാദിച്ച് ക്വാറി പ്രവർത്തിച്ചു വരുന്നതെന്ന് ജനപ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. ക്വാറിയോട് ചേർന്നുള്ള പുതിയ സ്ഥലത്ത് പാറ പൊട്ടിക്കൽ അനുമതിയില്ലാത്ത സാഹചര്യത്തിൽ നിവാസികളുടെ പരാതിയെ തുടർന്നാണ് പ്രശ്നം ഗൗരവത്തോടെ മനസ്സിലാക്കി നഗരസഭാ അധികാരികളുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. പുതിയ സ്ഥലത്തെ ഖനനം അനുവദിക്കില്ലെന്നും നിലവിൽ കൂട്ടിയിട്ടിരിക്കുന്ന മൺകൂന ഉടൻ മാറ്റാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ചെയർപേഴ്സൺ P. നിർമ്മല പറഞ്ഞു. 30/3/2023 കൗൺസിലിൽ എടുത്തിരിക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് പ്രദേശവാസികളുടെ ഒരു സൗകര്യം കണക്കിലെടുത്ത് അവർക്ക് നാശനഷ്ടങ്ങൾ സംഭവിക്കുക, അതുപോലെ മനുഷ്യജീവൻ ആപത്ത് വരും എന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈ കോറിക്ക് അനുവാദം നൽകാൻ സാധിക്കില്ല എന്നാണ് അന്നത്തെ കൗൺസിൽ എടുത്തിട്ടുള്ള തീരുമാനം. അവിടുന്ന് അനുമതി ലഭിക്കാത്തത് കാരണമാണ് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചിട്ട് ഹൈക്കോടതിയിൽ നിന്ന് ഇതിൻ്റെ അനുമതി വാങ്ങിയെടുത്തിട്ടുള്ളത്. ഇപ്പോൾ പുതിയതായി വാങ്ങിയിട്ടുള്ള സ്ഥലത്ത് ഇവർ പുതിയതായിട്ട് ഖനനം നടത്തുകയാണ്. അപ്പോൾ അത് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് നമ്മളിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരുപാട് വലിയ മൺകൂനയാണ് കൂട്ടിയിട്ടുള്ളത്. ആ മൺകൂന അപകടം ഉണ്ടാക്കും. ഇപ്പോൾ വയനാട് ദുരന്തങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അത് കാരണം അവർക്ക് ഈ മൺകൂനയും കൂടി നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നോട്ടീസും കൊടുക്കുന്നുണ്ട്. നിയമപരമായി എങ്ങനെ ഇടപെടാൻ എന്ന് പരിശോധിച്ചു വരികയാണെന്നും കോറി വിഷയത്തിൽ ജനങ്ങൾക്ക് ഒപ്പമാണ് നഗരസഭയെന്നും വൈസ് ചെയർമാൻ VK അനുരാജും പറഞ്ഞു. അനുമതിയില്ലാത്ത സ്ഥലത്ത് കോറിയുമായിട്ടുള്ള പ്രവർത്തനം ആരംഭിച്ചതിന് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് നിലവിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെക്കാനും ഇതിൻ്റെ ഭാഗമായിട്ട് ഹൈക്കോടതിയിൽ നഗരസഭ ഇടപെട്ടുകൊണ്ട് ഇതെങ്ങനെ നിയമപരമായിട്ട് ഇടപെടാൻ കഴിയും എന്നുകൂടി ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ വയനാട് ദുരന്തത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ഇങ്ങനെയുള്ള വലിയ മൺകൂനകൾ എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യണം എന്നതുമായിട്ടുള്ള നോട്ടീസും ഇതിൻ്റെ ഭാഗമായിട്ട് നഗരസഭാ ഉദ്യോഗസ്ഥന്മാർ ഏതാനും മണിക്കൂറുകൾക്കകം ഇവിടെ എത്തിയിട്ട് അത് ഇവർക്ക് കൊടുക്കുന്നതായിരിക്കും. ഉച്ചയ്ക്ക് ശേഷം നഗരസഭാ സെക്രട്ടറി ക്വാറിയിലെത്തിയ ശേഷം സ്റ്റോപ്പ് മെമ്മോ നൽകുകയും ചെയ്തു. ക്വാറി പ്രവർത്തനത്തിൽ പരിസരവാസികൾ കടുത്ത പ്രതിഷേധത്തിലാണ്. എന്തുതന്നെയായാലും പ്രദേശവാസികളുടെ പ്രതിഷേധത്തിന് ഫലം കണ്ടു നഗരസഭ സ്റ്റോപ്പ് മെമ്മോ നൽകിയതിൽ. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ലോകകപ്പ് ഫുട്ബോൾ മത്സരം അവസാനിച്ചതോടെ വിവിധ ടീമുകളുടെ ആരാധകർ സ്ഥാപിച്ച കൂറ്റൻ ബോർഡുകളും കളിക്കാരുടെ കട്ടൗട്ടുകളും ഉടൻ നീക്കം ചെയ്യണമെന്ന പറളി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ ഉത്തരവ്. പൊതുവെ വീതി കുറഞ്ഞതും രൂക്ഷമായ ഗതാഗതത്തിരക്കുമുള്ള റോഡിൻ്റെ വശങ്ങളിൽ സ്ഥാപിച്ച കൂറ്റൻ ബോർഡുകൾ ഡ്രൈവർമാരുടെ കാഴ്ച മറയ്ക്കുന്നതായും ഇതുമൂലം അപകട സാധ്യത വർദ്ധിക്കുന്നതായും ഉത്തരവിൽ. ബോർഡുകൾ സ്ഥാപിച്ചവർ തന്നെ എടുത്തു മാറ്റണമെന്നും അല്ലാത്തപക്ഷം പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നീക്കം ചെയ്ത് അതിന് വരുന്ന ചെലവ് ഈടാക്കുമെന്നും പഞ്ചായത്ത് സെക്രട്ടറി ഉത്തരവിൽ പറയുന്നു. പാലക്കാട് കോട്ടമൈതാനത്ത് പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ട ട്രാവൽ വാഹനത്തിൻ്റെ ഗ്ലാസ് തകർത്ത് ആപ്പിൾ ഫോൺ അടക്കമുള്ള ബാഗ് മോഷണം നടത്തിയ കേസിൽ എലപ്പള്ളിപ്പാറ സ്വദേശി ബാബു എന്ന 46 വയസ്സുള്ള കോഴി ബാബുവിനെ പാലക്കാട് സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. ഓപ്പറേഷൻ തൂഫാൻ. ചെറുതുരുത്തിയിൽ 86 ഗ്രാം കഞ്ചാവുമായി യുവാവ് ചെറുതുരുത്തി പോലീസിൻ്റെ പിടിയിലായി. ചെറുതുരുത്തി അത്തിക്കപ്പറമ്പ് ആലിക്കൽ വീട്ടിൽ 27 വയസ്സുള്ള മുഹമ്മദ് അലിയെയാണ് ചെറുതുരുത്തി പോലീസ് പിടികൂടിയത്. SI ബാബു, വിനീത് മോൻ, ഗിരീഷ്, ഷാഫി, സുബിൽ, ചന്ദ്രൻ, മനു തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു. മുണ്ടൂർ കൂട്ടുപാതയിലും മുണ്ടൂർ CPM ഓഫീസിലും VS അനുസ്മരണം നടത്തി. മുണ്ടൂരിൽ CPM ഏരിയ സെക്രട്ടറി CR സജീവ് പതാക ഉയർത്തി. V ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. കാസിം മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. മുണ്ടൂർ കൂട്ടുപാതയിൽ KK ഭാസ്കരൻ പതാക ഉയർത്തി. V ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. PV രാജൻ, സുരേഷ് മുണ്ടൂർ, സുകേഷ്, പ്രശോഭ്, ബാബു,
കൃഷ്ണദാസ് ഉമ്മൻ, ശശി മാസ്റ്റർ, മുഹിദ് എന്നിവർ സംസാരിച്ചു. VS-ന്റെ ആദ്യകാലം വളരെ ദുരിതപൂർണമായ ഒരു ജീവിതകാലമായിരുന്നു. VS-ന്റെ ആദ്യത്തെ കാലത്ത് എന്ന് നമുക്കറിയാം. തയ്യൽ തൊഴിലാളിയായി, ഫാക്ടറി തൊഴിലാളിയായി ജീവിതം ആരംഭിക്കുന്ന ഘട്ടത്തിലാണ് എൻ്റെ 17-ാം വയസ്സിൽ 1941 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ സഖാവ് P. കൃഷ്ണപിള്ള VS-ലെ കമ്മ്യൂണിസ്റ്റിനെ കണ്ടെത്തുന്നത്. അങ്ങനെയാണ് സഖാവ് കൃഷ്ണപിള്ള കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി VS-നെ നിയോഗിക്കുന്നു. അതിനുശേഷം കർഷക തൊഴിലാളികളെയും, ചെത്തുതൊഴിലാളികളെയും, മത്സ്യത്തൊഴിലാളികളെയും, സാധാരണ ജനവിഭാഗങ്ങളുടെയും ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടാണ് VS പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത്. കോട്ടായി ചമ്പ്രക്കുളം ശ്രീ അയ്യപ്പൻകാവിൽ രാമായണ മാസാചരണം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നുവരുന്നു. ക്ഷേത്രത്തിൽ രാമായണ പാരായണവും ഔഷധ കഞ്ഞി വിതരണവും നടന്നുവരുന്നു. കർക്കിടകം 1 മുതൽ 31 വരെ ക്ഷേത്രം അഗ്രശാലയിൽ വെച്ച് രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ രാമായണ പാരായണവും ഔഷധ കഞ്ഞി വിതരണവും നടന്നുവരുന്നുണ്ട്. കർക്കിടകം 22 ഓഗസ്റ്റ് 7 വെള്ളിയാഴ്ച ക്ഷേത്രതന്ത്രി പനാവൂർ മനാദിവാകരൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ ഭഗത് സേവയും, കർക്കിടകം 23 രാവിലെ 9:30 ആനയൂട്ട് നടക്കും. കർക്കിടകം 31 ഓഗസ്റ്റ് 16 ഞായറാഴ്ച ഇല്ലം നിറയും ഉണ്ടായിരിക്കുമെന്നും രാമായണ പാരായണത്തിന് നിരവധി ഭക്തർ എല്ലാ ദിവസവും പങ്കെടുക്കുന്നുണ്ടെന്നും ക്ഷേത്ര രാമായണ മാസാചരണ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. കൊണ്ട് നമ്മുടെ ഈ വർഷവും സാധാരണ രീതിയിൽ കർക്കിടക മാസം 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെ എല്ലാ ഭക്തർക്കും പ്രഭാത ഭക്ഷണവും ഔഷധക്കഞ്ഞി വിതരണവും നടത്തി വരുന്നുണ്ട്. ഈ നാട്ടിലെ നല്ലവരായ ആൾക്കാരുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മളിത് നടത്തിക്കൊണ്ടുവരുന്നത്. ഏകദേശം 10-60 മാതൃ സമിതി അംഗങ്ങൾ ഈ 31 ദിവസം കൊണ്ട് രാമായണം മുഴുവനും വായിച്ചു തീർക്കും. സമാപന ദിവസം ബ്രഹ്മകുമാരി മീനാജിയുടെ ഭക്തി പ്രഭാഷണം ഉണ്ടായിരിക്കുന്നതാണ്. ഈ ദേശത്തെ ഒരുപാട് ഭക്തർ ഈ പരിപാടിയിൽ വന്ന് സന്നിഹിതരായിരിക്കും. ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ട്. വളരെ നല്ല രീതിയിലാണ് ഞങ്ങൾ ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്രാവശ്യം ഞങ്ങൾ വായനക്കാരുടെ സൗകര്യാർത്ഥം ഞങ്ങൾ പ്രഭാത ഭക്ഷണവും കൂടി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെ ഡൽഹി പോലീസ് നടത്തിയ അതിക്രമത്തിനെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വ്യാപക പ്രതിഷേധം. ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് പ്രതിഷേധ വിരമ്പി. ജനാധിപത്യത്തെ തകർക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് നേതാക്കൾ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചൊഴിയണമെന്നും ആവശ്യം. രാഹുൽ ഗാന്ധിയെ ദേഹോദ്രവമേൽപ്പിക്കും പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള MP-മാരെ അറസ്റ്റ് ചെയ്തതിലും പ്രതിഷേധിച്ച പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പന്തം കൊളുത്തി പ്രതിഷേധം. കോൺഗ്രസ് ചെറുതുരുത്തി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച്. ഷൊർണൂർ കണയം കല്ലുരുട്ടി കോറി വിഷയത്തിൽ നഗരസഭ വീണ്ടും ഇടപെട്ടു. കോറിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സ്ഥലത്ത് അനുമതിയില്ലാതെ പാറ പൊട്ടിച്ച സാഹചര്യത്തിലും പരിസരവാസികളുടെ പരാതി ഉയർന്ന സാഹചര്യത്തിലുമാണ് നഗരസഭാ അധികൃതരുടെ ഇടപെടൽ. അധികൃതർ കോറി സന്ദർശിച്ചു. നഗരസഭ കോറിക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകി. ജനങ്ങൾക്കൊപ്പമാണ് നഗരസഭയെന്നും പ്രശ്നം സൃഷ്ടിക്കുന്ന മൺകുന ഉടൻ മാറ്റണമെന്നും അധികൃതർ നിർദ്ദേശം നൽകി. ലോകകപ്പ് ഫുട്ബോൾ മത്സരം അവസാനിച്ചതോടെ വിവിധ ടീമുകളുടെ ആരാധകർ സ്ഥാപിച്ച കൂറ്റൻ ബോർഡുകളും കളിക്കാരുടെ കട്ടൗട്ടുകളും ഉടൻ നീക്കം ചെയ്യണമെന്ന് പറളി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ ഉത്തരവ്. പ്രദേശത്തെ പൊതുവെ വീതി കുറഞ്ഞതും രൂക്ഷമായ ഗതാഗത തിരക്കുള്ള റോഡിന്റെ വശങ്ങളിൽ സ്ഥാപിച്ച കൂറ്റൻ ബോർഡുകൾ ഡ്രൈവർമാരുടെ കാഴ്ച മറയ്ക്കുന്നതായും ഇതുമൂലം അപകട സാധ്യത വർദ്ധിക്കുന്നതായും ഉത്തരവിൽ. ബോർഡുകൾ സ്ഥാപിച്ചവർ തന്നെ അത് നീക്കം ചെയ്യണമെന്നും അല്ലാത്തപക്ഷം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നീക്കം ചെയ്ത് അതിനു വരുന്ന ചെലവ് ഈടാക്കുമെന്നും സെക്രട്ടറി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.